എന്റെ അപ്പം പറഞ്ഞത് ഞാൻ ഹാഫ് ശ്രീലങ്ക. അപ്പൊ ആ ലുക്കേ എനിക്ക് ഉണ്ടാവുള്ളൂ. ഹാഫ് ശ്രീലങ്കൻ. എന്റെ ഫാദർ പറഞ്ഞത് എന്റെ ജനിപ്പിച്ചവരും വളർത്തിയവരും എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ ആർക്കുണ്ടാകുന്നത്. അപ്പൊ അതിന് വേറെ തോന്നില്ല, അത് വേറെ കാര്യം. എന്നെ വളർത്തിയത് ഒരു ടീമും ജനിപ്പിച്ചെന്ന് പറഞ്ഞു തന്നത് ഒരു ടീമും. അമ്മ ആരാന്ന് അറിയാൻ പാടില്ല, അച്ഛൻ പറഞ്ഞ രീതിയിൽ ശ്രീലങ്ക. അത് നീ പറഞ്ഞ പോലെ തുണിയാണ്ട് വരെ വേണമെങ്കിൽ നിൽക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കിടക്കാം എന്ന് വരെ ആക്കി വ്യാഖ്യാനിച്ച് മറ്റുള്ളവരിൽ എത്തിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിടക്കാം. ഒരു പെണ്ണിന്റെ അവയവം വലുതാവണതാവുന്ന ഹോർമോൺ ചേഞ്ച് വർക്ക് ഒരുപാട് പേർക്കുണ്ട്. ബാങ്കിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്തൊരു പയ്യനുണ്ട്. അവന് ആദ്യത്തെ കിട്ടിയ സാലറി ആയിട്ട് എനിക്ക് വന്നത്. ഞാനും കൂടി ആവശ്യത്തിന് ഞാൻ അവന് എൻ്റെ കയ്യിൽ വെച്ച തേങ്ങ വാക്കട്ടെ അത് വെച്ചിട്ട് ഞാൻ അവനെ ഓടിച്ചിട്ട് അത് സാക്ഷികളില്ല. എനിക്ക് നടന്നൊരു കാര്യം, എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വെച്ച ഒരാളില്ല. ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ആ പരിസരത്തുള്ള ചേട്ടന്മാരോടെന്ന് പറഞ്ഞത് എൻ്റെ ഇന്നർ വരെ ഭരത്ത സിനിമയിലുള്ള കാണുന്ന പോലെ ഇതുവരെ കൊണ്ടുപോകും. എനിക്ക് 10 വയസ്സോളം വളർച്ച കൂടിപ്പോയി. അന്നും ഈ ചെസ്റ്റും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ട്. എനിക്ക് പ്രശ്നം തന്നെയാണ്. എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ വളർച്ചയുള്ള കുട്ടികളെ കാണുമ്പോൾ പേടിയാണ്. കാരണം എൻ്റെ അവസ്ഥ എന്നെ കണ്ട പോലെ തന്നെ ഒരിക്കലും ഇവരെയും കാണാം. എനിക്ക് എൻ്റെ ജീവിതം നശിപ്പിച്ച വൈറ്റിങ്ങരല്ല നാട്ടുകാരുടെ മരണം ഈസി ആയിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. വെള്ളം ഇറങ്ങാണ്ട് തൊണ്ട വറ്റി എന്തൊക്കെ അനാവശ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, നരങ്ങി 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 നരങ്ങിച്ച് ചാവാം.